ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വലിയ രൂപത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കാൻ വേണ്ടിയാണെന്നും ഭാവിയിൽ വലിയ രൂപത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും ഏറ്റവും ആദ്യം ആധികാരികമായി പറഞ്ഞ പ്രസ്ഥാനം CPM ആണ്. ഒരു രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് കൈപ്പറ്റാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, നിയമ പോരാട്ടം നടത്തിയത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ടിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം പോക്കറ്റിൽ ഈ ബോണ്ടിന്റെ തുക വാങ്ങിച്ചു വെച്ച് അക്കൗണ്ടിൽ ആ പണം നിറച്ചിട്ടാണ് അതിനെതിരെ അഭിപ്രായം പറഞ്ഞത്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞതും ആ വാക്കുപാലിച്ച് നിയമ പോരാട്ടം നടത്തി അത് ഭരണഘടനാ ബെഞ്ചിനെ കൊണ്ട് റദ്ദ് ചെയ്യിക്കുന്ന ഒരു നിയമ പോരാട്ടം നടത്തിയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ CPM-ന് വളരെ അഭിമാനത്തോടെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഒന്നാമത്തെ ദേശസാൽകൃത ബാങ്ക് എന്ന രൂപത്തിൽ SBI ഏൽപ്പിച്ചു, പ്രധാനപ്പെട്ട ചില ശാഖകളെ മാത്രം ഏൽപ്പിച്ചു. ആ ചുമതല വലിയ രൂപത്തിൽ സുപ്രീം കോടതി അത് കണ്ടെത്തി റദ്ദ് ചെയ്ത് അന്ത്യശാസനം കൊടുത്തു, മാർച്ച് 6-ന് മുമ്പ് വെളിപ്പെടുത്തണമെന്ന്. പക്ഷേ അത് മാർച്ച് മാസം 6 കഴിഞ്ഞ് 10-11 ഇന്ന് 11-ാം തീയതി പോയി എക്സ്റ്റൻഷൻ ഓഫ് ടൈം കൊടുക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ജൂൺ 30 വരെ സമയം ചോദിച്ചപ്പോൾ എത്രയാണ് ബോണ്ടുകൾ, ആ ബോണ്ടിന്റെ തുക എത്ര, അതിൽ ഏതൊക്കെ തീയതിയിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തത്, ആരൊക്കെ, ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ ശരിക്കും ജനങ്ങൾക്ക് അറിയാൻ അവകാശമുള്ള വിവരങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകരുത് എന്നതാണ് ഇവിടെ BJP-യും കേന്ദ്ര ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സുപ്രീം കോടതി വിധികളെ അവർ പരാജയപ്പെടുത്താൻ വേണ്ടി ധൃതി പിടിച്ച് നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കാശ്മീരിനെ കീറിമുറിച്ച വിഷയം സുപ്രീം കോടതി പറഞ്ഞു, രാഷ്ട്രപതിയെ കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം വളഞ്ഞ വഴിയാണ്, അത് ഭരണഘടനാപരമല്ല. പക്ഷെ അതൊരു നയപരമായിട്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്ന ആ തീരുമാനം കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തത് ആർട്ടിക്കിൾ 3-ക്ക് വിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടെത്തി. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ വാദമധ്യേ പറഞ്ഞു ഭാവിയിൽ കാശ്മീരിന് സ്റ്റേറ്റിന്റെ പദവി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പൊ അവിടെ തന്ത്രപൂർവ്വം കേന്ദ്ര ഗവൺമെന്റ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന 3-അംഗ കോറം കൃത്യമായി അതിൽ നിയമന അതോറിറ്റിയായി മാറിയപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ധൃതി പിടിച്ച് ഓർഡിനൻസ് ഇറക്കി പിന്നെ നിയമനിർമ്മാണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഡൽഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്കാണോ അധികാരം അതോ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനാണോ എന്ന വിഷയത്തിലും ജഡ്ജിമെന്റ് വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ നിയമനിർമ്മാണം നടത്തിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ പല വിധിന്യായങ്ങളെയും പിൻവാതിലൂടെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ക്രക്സ് ഇല്ലാതാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പറഞ്ഞ ജഡ്ജ്മെന്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ് ഏറ്റവും ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം, ഇവിടെ ED, CBI, NIA, കസ്റ്റംസ്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഏറ്റവും ദുരുപയോഗം ചെയ്ത ഒരു 5 വർഷമാണ് നമ്മൾ ഇത് കണ്ടത്. ഇവിടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഏതൊക്കെ സ്ഥാപനത്തിനെതിരാണോ, ഏതൊക്കെ കോർപ്പറേറ്റുകൾക്കെതിരാണോ, ഏതൊക്കെ വ്യക്തികൾക്കെതിരാണോ അന്വേഷണം ആരംഭിച്ചത്, ആ അന്വേഷണത്തിന് ശേഷം അവർ എടുത്ത ഇലക്ട്രൽ ബോണ്ട് എത്രയാണ്, BJP-ക്ക് വന്ന സംഭാവന എത്രയാണ്, അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷനിൽ വന്ന ആ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നിന്നുപോയി എന്നതിനെ കുറിച്ചെല്ലാം വളരെ സുതാര്യമായിട്ടുള്ള വിവരം ഈ SBI യഥാർത്ഥ വിവരം പുറത്തുവിടുന്ന സാഹചര്യവും അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇത്തരം വിവരങ്ങൾ ചർച്ചയാകരുത്, ജനങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യം മനസ്സിലാക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. ഏറ്റവും കൂടുതൽ MLA-മാരെ MP-മാരെ വിലക്കെടുത്ത, സംസ്ഥാന നിയമസഭകളെ അട്ടിമറിച്ച, ശരിക്കും ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കിയ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിൽ സാമ്പത്തിക ശക്തിയായി മാറാൻ BJP നടത്തിയ ശ്രമം, ആരൊക്കെയാണ് അതിന് സംഭാവന നൽകിയത്, ആർക്കൊക്കെയാണ് അതിന്റെ ഗുണം കിട്ടിയത്, ഈ ഗവൺമെന്റിൽ വലിയ സ്വാധീന ശക്തിയായി മാറിയ കോർപ്പറേറ്റുകൾ ഏതൊക്കെയാണ്, അവർ എത്ര ബോണ്ടുകൾ എടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട് എന്ന വിവരവും വന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി BJP-ക്ക് വരും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി SBI മനഃപൂർവ്വം ടൈം എക്സ്റ്റൻഷൻ പെറ്റീഷൻ കൊടുത്തതാണ്. അതിനെയാണ് സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തത്. ഇത് ഒരു പ്രീസിഡന്റ് ആണ്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്, അത് അട്ടിമറിക്കാൻ ആർക്കും അവകാശമില്ല. BJP എത്ര ഇലക്ട്രൽ ബോണ്ടിനെ ഇനി ന്യായീകരിച്ച് രംഗത്ത് വന്നാലും സത്യം പുറത്തു വരും. യഥാർത്ഥ കണക്കുകൾ നാളെ തന്നെ സുപ്രീം കോടതിയിൽ കൊണ്ടുവരേണ്ടി വരും. ഞങ്ങൾ ഫയൽ ചെയ്ത കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അടക്കം പരിഗണിക്കുന്ന സാഹചര്യം വരും. ഇവിടെ നീതി നിർവഹണം ഏറ്റവും നന്നായി ഈ വിധിന്യായം നടപ്പാക്കുന്ന സാഹചര്യം വരും.